ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷം വീണ്ടും വ്ളോഗായിട്ട് വന്നിരിക്കുക കേട്ടോ. വ്ളോഗ് എടുക്കണമെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്, പക്ഷേ മടി കാരണം പറ്റാറില്ല. പിന്നെ പല പ്രാവശ്യം വ്ളോഗ് തുടങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും കേട്ടോ. അതാണ് സത്യത്തിൽ സംഭവിക്കാറ്. ഇന്ന് ഞാൻ കസിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതും ഞാനിതുപോലെ പകുതി വെച്ച് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അന്ന് നമുക്ക് ഹൗസ് വാമിങ്ങിന് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ, ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ ഇല്ലാത്ത സാധനമായിട്ട് വന്നത് ഇപ്പോൾ റൈസ് കുക്കറാണ്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് അന്ന് ഹൗസ് വാമിങ്ങിട്ട് ഒന്ന് പോയി പോകുന്നതാണ്. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് ജസ്റ്റ് പോകാമെന്ന് കരുതി. പിന്നെ ഞാൻ എന്തായാലും കരുതി അവളെ വീടിൻ്റെ ഹോം ടൂർ എടുക്കാമെന്നുള്ളത്. ഞാൻ മുന്നേ വ്ളോഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളെ വീട് പണി നടക്കുന്ന സമയത്ത് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഷോപ്പ് കയറി നോക്കി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഷോപ്പിൽ കയറി. ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ റൈസ് കുക്കർ വാങ്ങിച്ചത്. റൈസ് കുക്കറും വാങ്ങിച്ചു, പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലോക്കും വാങ്ങിച്ചിട്ടുണ്ട് അവളെ വീട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യണം വിചാരിച്ചതായിരുന്നു, പക്ഷെ ഒന്നിനും മടി കാരണം ഒന്നിനും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര മടിയാണ് വ്ളോഗ് എടുക്കാനും അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനും എല്ലാത്തിനും ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ വീട്ടിലേക്ക് പോവുകയാണ്. ഹോം ടൂർ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താന്നുള്ള രീതിയിൽ. പുതിയ വീട് കാണാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇതാണ് കേട്ടോ അവളുടെ വീട്. ഇതൊരു കോറിൻ്റെ അടുത്തായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കോറിയാണ്. കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ വീട് നിൽക്കുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് വീടിൻ്റെ. ഇവിടെ ഇനി ഈ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഊഞ്ഞാൽ വരാണ്ട്, അപ്പോൾ അതൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഫിറ്റ് ചെയ്യാണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കണം എന്നാണ് കരുതിയത്, പക്ഷെ അതിന് പറ്റിയിട്ടില്ല. പിന്നെ നേരെ കയറി ചെയ്യുന്നത് ലിവിങ് റൂം കേട്ടോ. ഇതാണ് ലിവിങ് ഏരിയ. ഇവിടെ ഒരു ഗ്രീൻ തീമിലാട്ടോ വരുന്നത്. മാർബോണൈറ്റ് തന്നെ ഒരു അത്യാവശ്യം ഒരു ഗ്രീൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾ ചെയറും സോഫയും എല്ലാം ഗ്രീൻ ടച്ചാണ് കൊടുത്തിട്ടുള്ളത് വീടിന്. പിന്നെ എനിക്ക് അങ്ങനെ അത്ര ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാട്ടിത്തരാം വീട് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ, പിന്നെ അവിടെ നിന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ടേബിളും പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഏരിയ ആയിട്ടുള്ളത്. ഇവിടെയാണ് വാഷ് ബേസും അതുപോലെ തന്നെ ഒരു ചെറിയ ബാത്റൂമും ഉണ്ട്. പിന്നെ 2 ബെഡ്റൂം ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് വരുന്നത്. അതിലൊന്ന് ലെഫ്റ്റ് സൈഡിലുള്ളത് മാസ്റ്റർ ബെഡ്റൂമും മറ്റേത് ഗസ്റ്റ് റൂമും കേട്ടോ. പിന്നെ അവിടെ ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല കേട്ടോ, ബട്ട് ഇതിൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ടാണ് ആ ബാത്റൂം വരുന്നത്. പിന്നെ സെക്കൻഡ് റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്, കോമൺ ബാത്റൂം. ഇത് ക്ലോസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആക്സസബിൾ ആണ് ലിവിങ് ഏരിയയിൽ നിന്നും. അതുപോലെ തന്നെ ഈ റൂമിൽ നിന്നും മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് ബാത്റൂം പെട്ടെന്ന് ആക്സസബിൾ ആണ്. ഇതാണ് സെക്കൻഡ് റൂം കേട്ടോ. ഇതാണ് സെക്കൻഡ് റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്ര സ്പേഷ്യസ് അല്ലെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കോറിൻ്റെ അടുത്താണെന്നുള്ളത്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നോക്കിയാൽ അങ്ങോട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ പുറത്ത് ചെന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ റൂമിലെ ബാത്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. പിന്നെ ഇതാണ് കിച്ചൻ്റെ ഡോറ്. ഇത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്, ഡൈനിങ് ഏരിയൻ്റെ. ഇതാണ് കിച്ചൺ. ഞാൻ പറഞ്ഞില്ല ഒരു ഗ്രീൻ തീമിലാണ് ജസ്റ്റ് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഒരു ടേബിൾ അങ്ങനെ കൊടുത്തിട്ടില്ല, ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെയർ കൊടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് എന്താ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവൾ വാങ്ങിച്ചിട്ടുള്ള ഓരോ പാത്രങ്ങളാട്ടോ.
ഗ്രോസറി ഐറ്റംസ് ഇട്ട് വെക്കാനുള്ള സാധനങ്ങളും ഈ ഒരു ഓയിലിൻ്റെ പോട്ടൊക്കെ ഭയങ്കര ഭംഗിയുണ്ട്. ഇതൊക്കെ അവൾ UP പോയ സമയത്ത് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീട് പണി തുടങ്ങിയ സമയത്ത് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഷട്ടർ പോലത്തെ ഒരു ഏരിയയാണ്, നമുക്ക് മിക്സിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ അവൾ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിങ്ങനെ ഒരു ഷോ കേസ് പോലെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയ കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചിട്ട് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ച് തരുന്നുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള ഏരിയ. ഞാൻ നേരത്തെ പറഞ്ഞ അതാണ് കോറി. ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ. അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. മോർണിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ ആ മലൻ്റെ മേലെ അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ആ കോറി കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഞാൻ മുന്നൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അന്ന് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എല്ലാവരും വന്ന് കണ്ടിരുന്നു. പക്ഷെ ഞാനന്ന് ആ തിരക്കിനിടയിൽ ഞാൻ പോയില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ കാണാൻ ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങട്ടെ ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് ഹോം ടൂർ എടുക്കാമെന്ന് കരുതി ചെയ്ത വീഡിയോ ആണ്. ഇനി എന്തായാലും കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.